2020 ജൂൺ 21 കൽക്കട്ടയിലെ സൂര്യോദയ സമയം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ പ്രദർശിപ്പിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാണ്ടൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. സൂചനകൾ: സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് സ്ഥലം കൽക്കട്ട സെലക്ട് ചെയ്യുക. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി നിർദ്ദേശിച്ചിരിക്കുന്ന തീയതി ക്രമീകരിക്കുക. ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് ഇരുട്ട് മാറി വെളിച്ചം തുടങ്ങുന്ന ഭാഗം കൽക്കത്തയ്ക്ക് മുകളിലെത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. ഡിസ്പ്ലേ ദ ടൈം ഓഫ് സൺറൈസ് ഇൻ കൽക്കട്ട ഓൺ June 21, 2020 with the help of SunClock software. Take a screenshot of it and save it to Exanten folder in Home with your register number _ question number as the file name. Display the times on map on the sun clock and select the location Calcutta. Change the progress value accordingly and adjust the date. Activate the animation and take a screenshot of the time when the light region reaches above Calcutta. Applications, Education, Sun Clock. വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നു. വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് ടൂൾ ബോക്സ് ദൃശ്യമാക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുകയാണ്. എക്സ്ക്ലമേറ്ററി മാർക്കിൽ ക്ലിക്ക് ചെയ്ത് സമയമേഖലാ ഭൂപടം ദൃശ്യമാക്കുന്നു. ഇനി കൽക്കട്ട പ്രദർശിപ്പിക്കണം. ഇവിടെയാണ് കൽക്കട്ട എന്ന് നമുക്കറിയാം. അറിയില്ലെങ്കിൽ ഇവിടെ യു എന്നതിൽ ക്ലിക്ക് ചെയ്യുക. യുവിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും പേരുകൾ ദൃശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൽക്കട്ട എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗത്തായി കൽക്കട്ട എന്ന് എഴുതി വരുന്നുണ്ട്. ഇനി പ്രോഗ്രസ് വാല്യൂവിൽ വേണ്ട തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുക. 2020 ജൂൺ 21 ആക്കണം. ഇവിടെ നോക്കിയാൽ ഇപ്പോൾ 2025 ജനുവരിയാണ്. 2025 ജനുവരി 30 സമയം ക്രമീകരിക്കുവാനായി ഞാനിവിടെ പ്രോഗ്രസ് വാല്യൂവിൽ ഏറ്റവും കൂടിയ സമയം തിരഞ്ഞെടുക്കുകയാണ്. ഒരു മാസം അഥവാ 30 ഡേയ്സ് എന്നതിൽ എത്തുന്നതുവരെ ജിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ 2020 വരുന്നത് വരെ പിന്നിലേക്ക് പോകണം. അതിനായി ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു. 2020 വരുന്നത് വരെ ഇതുപോലെ ഓരോ മാസം പിന്നിലേക്ക് പോവുക. 2020 ഇനി ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ 20 ജൂലൈ ആയി. ഒരു മാസം കൂടിയേ ഉള്ളൂ. ജൂൺ 20 ഡേറ്റ് 25 അപ്പോൾ 4 ദിവസം കൂടി പിന്നിലേക്ക് പോകണം. അതുകൊണ്ട് പ്രോഗ്രസ് വാല്യൂ ഒരു ദിവസം എന്നാക്കുന്നു. 1 ഡേ എന്നാകുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. 1 ഡേ ആയി. ബാക്കിലേക്ക് പോകാൻ ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു. 24 23 22 21 പറഞ്ഞ ഡേറ്റ് ശരിയായി. ഇനി ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ കൽക്കത്തയിൽ ഇരുട്ടാണ്, രാത്രിയാണ്. വെളിച്ചം തുടങ്ങുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ചോദ്യത്തിൽ പറയുന്നത്. ആനിമേഷൻ തുടങ്ങിയിട്ട് വെളിച്ചത്തിൻ്റെ ഭാഗം കൽക്കട്ടയിൽ എത്തുമ്പോൾ നിർത്തേണ്ട ആവശ്യമുണ്ട്. ആനിമേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രോഗ്രസ് വാല്യൂവിന് വ്യത്യാസം വരുത്തണം. ഏറ്റവും കുറഞ്ഞ സമയമായിരിക്കണം അത് 1 മിനിറ്റ് ആക്കി കുറച്ചു. ഇനി ആനിമേഷൻ തുടങ്ങാൻ കീബോർഡിലെ ഇൻവെർട്ടർ കീയിൽ പ്രസ് ചെയ്യുന്നു. വെളിച്ചത്തിൻ്റെ ഭാഗം കൽക്കട്ടയിലെത്തുമ്പോൾ ആനിമേഷൻ നിർത്തണം. അതിന് അതേ കീയിൽ തന്നെ പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് അത് ചെയ്യുക. കൽക്കട്ടയിലെത്തിക്കഴിഞ്ഞു. ഇൻവെർട്ടർ കീയിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് ആനിമേഷൻ നിർത്തി. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നത് ഡേറ്റ് മാറിപ്പോയിട്ടുണ്ട്. അതിവിടെ പ്രോഗ്രസ് വാല്യൂയിൽ മാറ്റം വരുത്തിയിട്ട് ഇതുപോലെ ക്രമീകരിക്കുക.
ഒരു ദിവസം പിന്നിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ 1 ഡേ എന്നാക്കി. 1 ഡേ എന്നാക്കിയതിന് ശേഷം ബിയിൽ ക്ലിക്ക് ചെയ്ത് ഒരു ദിവസം പിന്നിലേക്ക് പോകുന്നു. ഇവിടെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി പ്രിൻ്റ് സ്ക്രീൻ കീ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുന്നു. പിക്ചേഴ്സ് ഫോൾഡർ തുറന്നു നോക്കുന്നു. ഇതാണ് നമ്മളുടെ സ്ക്രീൻഷോട്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, എക്സ് ആൻഡ് എൻ സെലക്ട് ചെയ്യുന്നു, അതിലേക്ക് അത് പേസ്റ്റ് ചെയ്യുന്നു. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യുന്നു. റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചോദ്യത്തിൽ പറഞ്ഞ പ്രകാരം പേര് നൽകുന്നു. പേര് നൽകിയതിന് ശേഷം റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതൊന്ന് തുറന്നു നോക്കാം. കൽക്കട്ട എന്നിവിടെ കാണാം. പറഞ്ഞ ഡേറ്റ് ഇവിടെ കാണാം. സൺറൈസിൻ്റെ സമയം ഇവിടെ കാണാം. സൺസെറ്റിൻ്റെ സമയം ഇവിടെയും കാണാം.